അലക്സാണ്ടർ ക്വൈഫിനെ KBFC സൈൻ ചെയ്തുവെന്ന് ആദ്യം വാർത്ത നൽകിയ IFT ന്യൂസ് മീഡിയ ഒരു പുതിയ അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട്. മുഹമ്മദ് അൻസിൽ കളിക്കുന്ന വാൻലാൽ സിഡിക്കയെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുമെന്ന്. സെൻറ്റർ ബാക്കും റൈറ്റ് ബാക്കുമായിട്ട് കളിക്കാൻ സാധിക്കുന്ന ഈ താരം നിലവിലൊരു റൈറ്റ് ബാക്കായിട്ടാണ് മുഹമ്മദ് അൻസിൽ കളിക്കുന്നത്. സന്ദീപ് സിംഗും പ്രബീർദാസുമാണ് നിലവിൽ KBFCയിൽ റൈറ്റ് ബാക്ക് ഓപ്ഷനുകൾ. പരിക്കുകൾ കൊണ്ട് വളഞ്ഞിരുന്ന പ്രബീർദാസ് തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. നിലവിൽ KBFCക്ക് വേണ്ടി സന്ദീപാണ് റൈറ്റ് ബാക്ക് പൊസിഷൻ അലങ്കരിക്കുന്നത്. പുതുതായി വരുന്ന സിഡിക്ക സന്ദീപിലും മിടുക്കനാണോ? ഈ സീസണിലെ ഇരുവരുടെയും പ്രകടനം വിലയിരുത്തിയാലോ? സന്ദീപ് ഈ സീസണിൽ 12 കളികളും സിഡിക്ക ഈ സീസണിൽ 10 കളികളുമാണ് കളിച്ചിരിക്കുന്നത്. ഇരുവരുടെയും ഡിഫൻസിലുള്ള പ്രകടനം നോക്കിയാൽ സന്ദീപ് 5 ബ്ലോക്കുകൾ നടത്തിയപ്പോൾ സിഡിക്കയും 5 ബ്ലോക്കുകൾ നടത്തി. സന്ദീപ് 18 ടാക്കിളുകൾ വിജയിച്ചപ്പോൾ സിഡിക്കയ്ക്ക് വെറും 9 ടാക്കിളുകൾ മാത്രമേ വിജയിക്കാൻ സാധിച്ചുള്ളൂ. സന്ദീപ് 15 ഏരിയൽ ഡുവൽസ് വിജയിച്ചു, 5 ബ്ലോക്കുകൾ, 36 റിക്കവറീസ്. സിഡിക്കയാട്ടെ 11 ഏരിയൽ ഡുവൽസ് വിജയിക്കുകയും 5 ബ്ലോക്കും 43 റിക്കവറീസ് നടത്തുകയും ചെയ്തു. സന്ദീപ് 75% പാസിംഗ് ആക്യുറസിയോടെ 602 ടച്ചസുകൾ നടത്തിയിരിക്കുന്നു, 286 സക്സസ്ഫുൾ പാസുകളും നടത്തിയിരിക്കുന്നു. എന്നാൽ സിഡിക്കയ്ക്കാകട്ടെ 69% പാസിംഗ് ആക്യുറസിയും 541 ടച്ചസും 225 സക്സസ്ഫുൾ പാസസുകൾ മാത്രമാണുള്ളത്. രണ്ടുപേരും 12 ഫൗളുകൾ നടത്തിയെങ്കിലും 4 യെല്ലോ കാർഡുകൾ സിഡിക്കയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത്. സന്ദീപിന് യെല്ലോ കാർഡുകൾ നിലവിൽ ഇതുവരെ ലഭിച്ചിട്ടുമില്ല. ഈ സീസണിൽ ഇരുവരുടെയും പ്രകടനം ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ്. സന്ദീപിനേക്കാളും മോശവുമല്ല, എന്നാൽ സന്ദീപിലും മികച്ചതുമല്ല. നിലവിൽ സന്ദീപിന് 2027 വരെ ക്ലബ്ബ് കരാർ പുതുക്കി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ കളിയിൽ മലയാളം കമന്റേറ്റർ അജു ജോൺ തോമസ് പറഞ്ഞ പോലെ, വർഷങ്ങളായി കിരീടത്തിന് കാത്തിരിക്കാമെങ്കിൽ ഇനി ഈ സീസണിലെ തിരിച്ചുവരവിന് എന്തുകൊണ്ട് കാത്തിരുന്നൂടാ? Let's hope for the comeback.